റാം നാരായൺ റാം. നിങ്ങൾ അവരുടെ എപ്പോൾ പുഷ്പിക്കുമോ? കാരണം ഇരിക്കുകയോ തള്ളിത്തിരിയുകയോ ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. ദീക്ഷാമന്ത്രം ഒരു പോസ്റ്റ് കാർഡിൽ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് പോലെയാണ്. സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എൻജിനുമായി ബോഗിക്ക് ബന്ധം ഉണ്ടാകുകയുള്ളൂ. വഴിക്കിടെ പേര് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവരെ 1,01 എന്ന എണ്ണത്തിലേക്ക് എത്തിക്കാനാണ്. ചക്രം തിരിക്കുന്നതുപോലെ ജപം തിരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുമോ ഇല്ലയോ അതിനൊരു ഭേദവുമില്ല. സിദ്ധിയും മോക്ഷവും ലഭിക്കുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതില്ല. അവസാനം നിങ്ങൾ കാണുക, എല്ലാവരും ഒരേ തുല്യത്തിൽ എൻജിനിനൊപ്പം മുന്നോട്ടു പോകുന്നു. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ജനിച്ചപ്പോഴുതന്നെ എല്ലാ ശക്തികളുമായുള്ള ജനനം പ്രാപിച്ചവർക്കായുള്ള ഒരു സംവിധാനം മാത്രമാണിത്. അവിടെ അവർ പ്രവർത്തിക്കും. ഒരിക്കൽ ബർഫായിരിക്കും, പിന്നെ ജലമായിരിക്കും, സ്റ്റീം ബാഷ്പം ആയിരിക്കും. അപ്പോൾ തന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധം ഉണ്ടാകും. അവിടെ നിന്ന് പിന്നെ വീണ്ടും 1,01 എന്ന എണ്ണത്തിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. A B C D തീരുമ്പോൾ മറ്റൊരു ഗ്രന്ഥം വായിക്കാൻ മുന്നോട്ടു പോവേണ്ടി വരും. അത്തരമൊരു സ്ഥലത്തേക്ക് പോകും. അവിടെ ദൈവം പറയും, ഇനി ഞാൻ നിന്നെ വീണ്ടും 1,01 എന്ന എണ്ണത്തിൽ കൊണ്ടുപോകും.